ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 17ാമത്തെ കോഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് 17ാമത്തെ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ 17ാമത്തെ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ. ാമത്തെ കോഡ് പറഞ്ഞത് വാണ്ടാണ്. വാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്രഹം എന്നുള്ള അർത്ഥമാണ്. നീഡും വാണ്ടും ഏകദേശം ഒരർത്ഥം തന്നെയാണ്. പക്ഷേ നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ട് പെട്ടെന്ന് നമുക്ക് കഴിയേണ്ടതാണ് നീഡ്. വാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്, എനിക്കത് ചെയ്യണം, എനിക്കത് വാങ്ങണം, അത് മേടിക്കണം, അത് കഴിക്കണം. നമ്മളത് പിന്നെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഓരോന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതാണ് നീഡും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് വാണ്ട് ഉപയോഗിച്ച് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ. ഡോക്ടർ ആവണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ. എനിക്കൊരു ഡോക്ടറാകണം. ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ. എനിക്കൊരു ഡോക്ടറാകണം. അറിയണം എങ്ങനെ പറയാം? ഐ വാണ്ട് ടു നോ ദ ട്രൂത്ത്. എനിക്ക് സത്യം അറിയണം. ട്രൂത്ത് പറഞ്ഞാൽ സത്യം, നോ എന്ന് പറയാം അറിയുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ വാണ്ട് ടു നോ ദ ട്രൂത്ത്. എനിക്ക് സത്യം അറിയണം. പരീക്ഷിക്കണം എന്നെങ്ങനെ പറയാം? ഐ വാണ്ട് ടു ട്രൈ ഇറ്റ്. എനിക്കത് പരീക്ഷിക്കണം. ഐ വാണ്ട് ടു ട്രൈ ഇറ്റ്. ട്രൈ എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുക, ട്രൈ ചെയ്യുക, വീണ്ടും ശ്രമിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ വാണ്ട് ടു ട്രൈ ഇറ്റ്. എനിക്കത് വീണ്ടും പരീക്ഷിക്കണം. എനിക്കത് പരീക്ഷിക്കണം എന്നെങ്ങനെ പറയാം? ഐ വാണ്ട് ടു ട്രൈ ഇറ്റ്. എനിക്കത് പരീക്ഷിക്കണം. ട്രൈ പറഞ്ഞാൽ വീണ്ടും ശ്രമിക്കുന്നതിനാണ് ട്രൈ പറയുക. ഐ വാണ്ട് ടു ട്രൈ ഇറ്റ്. എനിക്കത് പരീക്ഷിക്കണം. വിദേശത്തേക്ക് യാത്ര ചെയ്യണം എന്നെങ്ങനെ പറയാം? ഐ വാണ്ട് ടു ട്രാവൽ എബ്രോഡ്. എനിക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യണം. ഐ വാണ്ട് ടു ട്രാവൽ എബ്രോഡ്. എനിക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യണം. അബ്രോഡ് പറഞ്ഞാൽ വിദേശം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പാൽ വേണം എന്നെങ്ങനെ പറയാം? ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് മിൽക്ക്. എനിക്കൊരു ഗ്ലാസ് പാൽ വേണം. ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് മിൽക്ക്. എനിക്ക് ഒരു ഗ്ലാസ് പാൽ വേണം. ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം എന്നെങ്ങനെ പറയാം? ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം. ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം. വേണമെന്നെങ്ങനെ പറയാം? എവരി വൺ വാണ്ട്സ് ഹാപ്പിനെസ്. എല്ലാവർക്കും സന്തോഷം വേണം. എവരി വൺ വാണ്ട്സ് ഹാപ്പിനെസ്. എല്ലാവർക്കും സന്തോഷം വേണം. ഒരു ബൈക്ക് വേണമെന്നെങ്ങനെ പറയാം? മൈ ബ്രദർ വാണ്ട്സ് എ ബൈക്ക്. എൻ്റെ സഹോദരനൊരു ബൈക്ക് വേണം. മൈ ബ്രദർ വാണ്ട്സ് എ ബൈക്ക്. എൻ്റെ സഹോദരനൊരു ബൈക്ക് വേണം. വിശ്രമം വേണം എന്നിങ്ങനെ പറയാം? മൈ മദർ വാണ്ട്സ് സം റെസ്റ്റ്. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് വിശ്രമം വേണം. മൈ മദർ വാണ്ട്സ് സം റെസ്റ്റ്. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് വിശ്രമം വേണം. ഒരുമിച്ച് പോകണം എന്നിങ്ങനെ പറയാം? വി വാണ്ട് ടു ഗോ ടുഗദർ. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകണം. വി വാണ്ട് ടു ഗോ ടുഗദർ. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകണം. ഫുട്ബോൾ കളിക്കണം എന്നിങ്ങനെ പറയാം? ദേ വാണ്ട് ടു പ്ലേ ഫുട്ബോൾ. അവർക്ക് ഫുട്ബോൾ കളിക്കണം. ദേ വാണ്ട് ടു പ്ലേ ഫുട്ബോൾ. അവർക്ക് ഫുട്ബോൾ കളിക്കണം. ഇങ്ങനെ പറയാം? ഹി വാണ്ട്സ് ടു ബൈ എ ഹൗസ്. അവനൊരു വീട് വാങ്ങണം. ഹി വാണ്ട്സ് ടു ബൈ എ ഹൗസ്. അവനൊരു വീട് വാങ്ങണം. ബൈ പറഞ്ഞാൽ വാങ്ങുക. എന്നിങ്ങനെ പറയാം? ഷീ വാണ്ട്സ് ടു ലേൺ മ്യൂസിക്. അവൾക്ക് സംഗീതം പഠിക്കണം. ഷീ വാണ്ട്സ് ടു ലേൺ മ്യൂസിക്. അവൾക്ക് സംഗീതം പഠിക്കണം. ആണെന്നെങ്ങനെ പറയാം? ഹി വാണ്ട്സ് ടു ബിക്കം എ ടീച്ചർ. അവനൊരു അധ്യാപകനാവണം. എന്നെങ്ങനെ പറയാം? ഹി വാണ്ട്സ് ടു ബിക്കം എ ടീച്ചർ. അവനൊരു ടീച്ചറാവണം. ഹി വാണ്ട്സ് ടു ബിക്കം എ ടീച്ചർ. അവനൊരു അധ്യാപകനാവണം. വസ്ത്രം വേണമെന്നെങ്ങനെ പറയാം? ഷീ വാണ്ട്സ് എ ന്യൂ ഡ്രസ്സ്. അവൾക്കൊരു പുതിയ വസ്ത്രം വേണം. ഷീ വാണ്ട്സ് എ ന്യൂ ഡ്രസ്സ്. അവൾക്കൊരു പുതിയ വസ്ത്രം വേണം. പ്രശ്നം വേണ്ട എന്നിങ്ങനെ പറയാം? ഐ ഡോണ്ട് വാണ്ട് എനി ട്രബിൾ. എനിക്കൊരു പ്രശ്നവും വേണ്ട. ഐ ഡോണ്ട് വാണ്ട് എനി ട്രബിൾ. എനിക്കൊരു ബുദ്ധിമുട്ടും വേണ്ട, പ്രശ്നം വേണ്ട എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ട്രബിൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, പ്രശ്നം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വേണ്ടെന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട് വാണ്ട് ദിസ്. എനിക്കിത് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ദിസ്. എനിക്ക് ഇത് വേണ്ട. ദിസ് പറഞ്ഞാൽ ഇത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ.
എന്നിങ്ങനെ പറയാ. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക്, എനിക്ക് സംസാരിക്കണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക്, എനിക്ക് സംസാരിക്കണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ, എനിക്ക് പോകണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ, എനിക്ക് പോകണ്ട. കാപ്പി വേണ്ട എന്നിങ്ങനെ പറയാ. ഐ ഡോണ്ട് വാണ്ട് കോഫി, എനിക്ക് കാപ്പി വേണ്ട. ഐ ഡോണ്ട് വാണ്ട് കോഫി, എനിക്ക് കാപ്പി വേണ്ട. ഇത് എന്തിനാണ് വേണ്ടതെന്ന് എങ്ങനെ ചോദിക്കുക. വൈ ഡു വാണ്ട് ദീസ്, നിനക്കിത് എന്തിനാണ് വേണ്ടത്. വൈ ഡു വാണ്ട് ദീസ്, നിനക്കിത് എന്തിനാണ് വേണ്ടത്. എന്തിനാണ് വേണ്ടതെന്ന് എങ്ങനെ ചോദിക്കുക. വൈ ഡു യു വാണ്ട് ദീസ്, നിനക്കിത് എന്തിനാണ് വേണ്ടത്. വൈ ഡു യു വാണ്ട് ദീസ്, നിനക്കിത് എന്തിനാണ് വേണ്ടത്. പോകണമെന്ന് ചോദിക്കുക. വെൻ ഡു യു വാണ്ട് ടു ലീവ്, നിനക്ക് എപ്പോഴാണ് പോകേണ്ടത്. വെൻ ഡു യു വാണ്ട് ടു ലീവ്, നിനക്ക് എപ്പോഴാണ് പോകേണ്ടത്. എങ്ങനെ ചോദിക്കുക. വെൻ ഡു യു വാണ്ട് ടു ലീവ്, നിനക്ക് എപ്പോൾ പോകണം. വെൻ ഡു യു വാണ്ട് ടു ലീവ്, നിനക്ക് എപ്പോൾ പോകണം. എന്നെങ്ങനെ ചോദിക്കുക. വേർ ഡു യു വാണ്ട് ടു ഗോ, നിനക്ക് എവിടേക്ക് പോകണം. വേർ ഡു യു വാണ്ട് ടു ഗോ, നിനക്ക് എവിടേക്ക് പോകണം. നിനക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. വാട്ട് ഡു യു വാണ്ട് ടു ഡു, നിനക്ക് എന്താണ് ചെയ്യേണ്ടത്. വാട്ട് ഡു യു വാണ്ട് ടു ഡു, നിനക്ക് എന്താണ് ചെയ്യേണ്ടത്. വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുക. വാട്ട് ഡു യു വാണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്. വാട്ട് ഡു യു വാണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്. ഭക്ഷണം കഴിക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുക. ഡു യു വാണ്ട് ടു ഈറ്റ് നൗ, നിനക്കിപ്പോൾ ഭക്ഷണം കഴിക്കണോ. ഡു യു വാണ്ട് ടു ഈറ്റ് നൗ, നിനക്കിപ്പോൾ ഭക്ഷണം കഴിക്കണോ. പഠിക്കണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് ടു ലേൺ ഡ്രൈവിംഗ്, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. ഐ വാണ്ട് ടു ലേൺ ഡ്രൈവിംഗ്, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. വേണമെന്നിങ്ങനെ പറയാം. ഐ വാണ്ട് സം മണി, എനിക്ക് കുറച്ച് പണം വേണം. ഐ വാണ്ട് സം മണി, എനിക്ക് കുറച്ച് പണം വേണം. വീണ്ടും കാണണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് ടു സീ യു എഗെയിൻ, എനിക്ക് നിന്നെ വീണ്ടും കാണണം. ഐ വാണ്ട് ടു സീ യു എഗെയിൻ, എനിക്കിതിനെ വീണ്ടും കാണണം. എന്നിങ്ങനെ ചോദിക്കുക. ഡു യു വാണ്ട് ടു ടീ, നിനക്ക് ചായ വേണോ. ഡു യു വാണ്ട് ടീ, നിനക്ക് ചായ വേണോ. ഇങ്ങനെ ചോദിക്കുക. ഡു യു വാണ്ട് ടീ, നിനക്ക് ചായ വേണോ. ഡു യു വാണ്ട് ടീ, നിനക്ക് ചായ വേണോ. എന്നിങ്ങനെ ചോദിക്കുക. ഡു യു വാണ്ട് ടു ഗോ ഔട്ട്സൈഡ്, നിനക്ക് പുറത്തേക്ക് പോകണോ. ഡു യു വാണ്ട് ടു ഗോ ഔട്ട്സൈഡ്, നിനക്ക് പുറത്തേക്ക് പോകണോ. വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു വാണ്ട് ടു കം വിത്ത് മീ, നീ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ. ഡു യു വാണ്ട് ടു കം വിത്ത് മീ, നീ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ. ബിരിയാണി കഴിക്കണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് ടു ഈറ്റ് ബിരിയാണി, എനിക്ക് ബിരിയാണി കഴിക്കണം. ഐ വാണ്ട് ടു ഈറ്റ് ബിരിയാണി, എനിക്ക് ബിരിയാണി കഴിക്കണം. സമയം വേണമെന്നിങ്ങനെ പറയാം. ഐ വാണ്ട് മോർ ടൈം, എനിക്ക് കൂടുതൽ സമയം വേണം. ഐ വാണ്ട് മോർ ടൈം, എനിക്ക് കൂടുതൽ സമയം വേണം. നിന്നോട് സംസാരിക്കണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് ടു ടോക്ക് ടു യു, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഐ വാണ്ട് ടു ടോക്ക് ടു യു, എനിക്ക് നിന്നോട് സംസാരിക്കണം. വായിക്കണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് ടു റീഡ് ദീസ് ബുക്ക്, എനിക്ക് ഈ പുസ്തകം വായിക്കണം. ഐ വാണ്ട് ടു റീഡ് ദീസ് ബുക്ക്, എനിക്ക് ഈ പുസ്തകം വായിക്കണം. സിനിമ കാണണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് ടു വാച്ച് എ മൂവി, എനിക്കൊരു സിനിമ കാണണം. ഐ വാണ്ട് ടു വാച്ച് എ മൂവി, എനിക്കൊരു സിനിമ കാണണം. ക്രിക്കറ്റ് കളിക്കണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് ടു പ്ലേ ക്രിക്കറ്റ്, എനിക്ക് ക്രിക്കറ്റ് കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ ക്രിക്കറ്റ്, എനിക്ക് ക്രിക്കറ്റ് കളിക്കണം. വേണമെന്നിങ്ങനെ പറയാം. വാങ്ങണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് ടു ബൈ എ കാർ, എനിക്കൊരു കാർ വാങ്ങണം. ഐ വാണ്ട് ടു ബൈ എ കാർ, എനിക്കൊരു കാർ വാങ്ങണം. വേണമെന്നിങ്ങനെ പറയാം. ഐ വാണ്ട് യുവർ ഹെൽപ്പ്, എനിക്ക് നിൻ്റെ സഹായം വേണം. ഐ വാണ്ട് യുവർ ഹെൽപ്പ്, എനിക്ക് നിൻ്റെ സഹായം വേണം. സംസാരിക്കണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. പഠിക്കണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. കുറച്ച് കാപ്പി വേണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് സം കോഫി, എനിക്ക് കുറച്ച് കാപ്പി വേണം. ഐ വാണ്ട് സം കോഫി, എനിക്ക് കുറച്ച് കാപ്പി വേണം. വീട്ടിൽ പോകണം എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് ടു ഗോ ഹോം, എനിക്ക് വീട്ടിൽ പോകണം. ഐ വാണ്ട് ടു ഗോ ഹോം, എനിക്ക് വീട്ടിൽ പോകണം. പുതിയ ഫോൺ എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് എ ന്യൂ ഫോൺ, എനിക്കൊരു പുതിയ ഫോൺ വേണം. ഐ വാണ്ട് എ ന്യൂ ഫോൺ, എനിക്കൊരു പുതിയ ഫോൺ വേണം. എന്നിങ്ങനെ പറയാം. ഐ വാണ്ട് വാട്ടർ,
എനിക്ക് വെള്ളം വേണം. ഐ വാണ്ട് വാട്ടർ, എനിക്ക് വെള്ളം വേണം. എനിക്ക് ഭക്ഷണം വേണം എന്നെങ്ങനെ പറയാം? ഐ വാണ്ട് ഫുഡ്, എനിക്ക് ഭക്ഷണം വേണം. ഐ വാണ്ട് ഫുഡ്, എനിക്ക് ഭക്ഷണം വേണം എന്നെങ്ങനെ പറയാം? ഐ വാണ്ട് ടു സ്ലീപ്പ്, എനിക്ക് ഉറങ്ങണം. ഐ വാണ്ട് ടു സ്ലീപ്പ്, എനിക്ക് ഉറങ്ങണം എന്നെങ്ങനെ പറയാം? ഹി വാണ്ട്സ് ടു ബൈ എ ന്യൂ ഹൗസ്, അവനൊരു പുതിയ വീട് ആകണം. ഏഴത്തെ കോഡ് ഉപയോഗിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിൽ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.